ഹലോ മിറ്റ്സ്. അങ്ങനെ കൊൽക്കത്തയുടെ ആദ്യ ജയമെന്ന സ്വപ്നം തല്ലി തകർത്ത് യങ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയറും അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് പ്ലെയറുമായ ലക്നൗ സൂപ്പർ ജയൻസ് താരം മുകുൽ ചൗധരി 27 ബോളിൽ 7 സിക്സും 2 ഫോറും ഉൾപ്പെടെ 54 റൺസിൻ്റെ ആ ഒരു വെടിക്കെട്ട് ഇന്നിങ്സാണ് ലക്നൗ സൂപ്പർ ജയൻസിനെ ഇന്നലെ അവരുടെ രണ്ടാം വിജയത്തിലെത്തിച്ചത്. ഈ ഒരു ഇന്നിങ്സ് കളിച്ച മുകുൽ ചൗധരി തന്നെയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇന്നലെ നടന്ന മത്സരത്തിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. ടോസ് നേടിയ ലക്നൗ സൂപ്പർ ജയൻസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് KKRന്റെ ബാറ്റിംഗ് നയിക്കുകയായിരുന്നു. KKRന് വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത് ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയും അതുപോലെ ഫിന്നലനും കൂടിയാണ്. ഫിന്നലിനെ പവർ പ്ലേയിൽ തന്നെ നഷ്ടമായെങ്കിലും വൺ ഡൗണായി ഇറങ്ങിയ ആൻഡ്രിക് രഘുവംശിയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയും കൂടി ചേർന്ന് രണ്ടാം വിക്കറ്റിൽ 84 റൺസ് പാർട്ട്ണർഷിപ്പ് KKR സ്കോർ 100 കടക്കുകയായിരുന്നു. എന്നാൽ 11ാം ഓവറിൽ 4 ഫോറും 2 സിക്സും ഉൾപ്പെടെ 24 പന്തിൽ 41 റൺസ് ആയി മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയെ ദിഗ്വേഷ് സിംഗ് രാത്തി മുഹമ്മദ് ഷമിയുടെ കൈകളിലെത്തുകയായിരുന്നു. പിന്നീട് തന്നെ ആൻഡ്രിക് രഘുവംശിയും അതുപോലെ തന്നെ റിങ്കു സിംഗിനെയും ലക്നൗ ബോളേഴ്സ് പെട്ടെന്ന് തന്നെ മടങ്ങിയെങ്കിലും 5ാം വിക്കറ്റിൽ റോമാൻ പൗലും അതുപോലെ തന്നെ ക്യാമറൂൺ ഗ്രീനും ചേർന്ന് നടത്തിയ 70 റൺസ് പാർട്ട്ണർഷിപ്പ് KKRന് 181 ഒരു ഭേദപ്പെട്ട സ്കോറിലെത്തുകയായിരുന്നു. 25 കോടിക്ക് ടീമിലെത്തിച്ച ക്യാമറൂൺ ഗ്രീൻ ഇന്നലെ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ഇന്നിങ്സ് തന്നെയാണ് പറയാം. 24 പന്തിൽ 1 സിക്സും 3 ഫോറും ഉൾപ്പെടെ ഒരു 32 റൺസ്. ഒരു ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. അത്ര വലിയൊരു സ്ട്രൈക്ക് റേറ്റിലുള്ള ഒരു ഇന്നിങ്സും നല്ല കാഴ്ചവെച്ചെങ്കിലും റീസെൻ്റ് ഇന്നിങ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു ഭേദപ്പെട്ട ഇന്നിങ്സ് ഇന്നലെ ക്യാമറൂൺ ഗ്രീൻ്റെ ഭാഗത്ത് വന്നു. അതുപോലെ ആൻഡ്രെ റസ്സലിന് പകരക്കാരനായി കാണുന്ന റോമാൻ പൗലിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ അത്യാവശ്യം ഒരു ഭേദപ്പെട്ട ഇന്നിങ്സാണ് വന്നത്. 24 പന്തിൽ 39 റൺസ്, 4 ഫോറും 2 സിക്സും ഉൾപ്പെടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അങ്ങനെ മിഡിൽ ഓർഡറിലൊരു നല്ലൊരു പ്ലേ ഇന്നലെ KKRന് വേണ്ടി വന്നു. അത് KKRനെ ആശ്വസിക്കുകയാണ്. മിഡിൽ ഓവറിൽ ഒന്ന് സ്റ്റേബിളായി എന്ന് വേണമെങ്കിൽ പറയാം. ലക്നൗവിന് വേണ്ടി ഇന്നലെ മുഹമ്മദ് ഷമി 4 ഓവർ എറിഞ്ഞെങ്കിലും വിക്കറ്റൊന്നും നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അത്യാവശ്യം വിക്കറ്റൊക്കെ എടുത്ത പ്ലെയറാണ്. ഇന്നലെ വിക്കറ്റൊന്നും നേടാൻ സാധിച്ചില്ല. എന്നാലും ഒരു 27 റൺസ് മാത്രമേ മുഹമ്മദ് ഷമി 4 ഓവറിൽ വിട്ടുകൊടുത്തുള്ളൂ. അത്യാവശ്യം നല്ലൊരു എക്കണോമിയിലാണ് ഇന്നലെ മുഹമ്മദ് ഷമി പന്തെറിഞ്ഞത്. അങ്ങനെ KKRന്റെ 181 സ്കോർ ചേസ് ഇറങ്ങിയ ലക്നൗവിൻ്റെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് മിച്ചൽ മാർഷും എയ്ഡൻ മാർക്കും കൂടിയാണ്. 1ാം വിക്കറ്റിൽ ഇരുവരും കൂടി 41 റൺസിൽ പാർട്ട്ണർഷിപ്പ് എത്തി നൽകിയ പവർ പ്ലേയിലെ 5ാം ഓവർ എറിയാമെന്ന വൈബറോ അറോളോ ഇരുവരെയും പുറത്താക്കി കൊൽക്കത്തയ്ക്ക് ഒരു ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു. അതുപോലെ വൺ ഡൗണായി വന്ന ക്യാപ്റ്റൻ ഋഷഭ് പന്തിനെ ക്യാമറൂൺ ഗ്രീൻ ഇന്നലെ പെട്ടെന്ന് തന്നെ മടക്കിയേക്കായിരുന്നു. ക്യാമറൂൺ ഗ്രീൻ ഇന്നലെ 2 ഓവർ കൊൽക്കത്തയ്ക്ക് വേണ്ടി എറിഞ്ഞു. അത് കഴിഞ്ഞ 2-3 മത്സരങ്ങളും ക്യാമറൂൺ ഗ്രീനും ഓർഡർ കൊടുക്കണ്ടായില്ല. കാരണം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡിൽ നിന്നുള്ള ഒരു ഓർഡർ കാരണം പക്ഷേ ഇന്നലെ ക്യാമറൂൺ ഗ്രീനും ഓർഡർ എറിഞ്ഞു. 2 ഓവർ 1 വിക്കറ്റ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. അതും നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. 2 ഓവറിൽ 28 റൺസാണ് ഇന്നലെ ക്യാമറൂൺ ഗ്രീൻ വിട്ടുകൊടുത്തത്. അതുപോലെ നിക്കോളാസ് പൂരാനും അബ്ദുൾ സമദും പെട്ടെന്ന് തന്നെ മടങ്ങിയതോടുകൂടി ലക്നൗവിൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലായി. നിക്കോളാസ് പൂരനൊക്കെ കഴിഞ്ഞ 10-12 ഇന്നിങ്സായിട്ട് ഒരു 30 പോലും സ്കോർ ചെയ്യാൻ ഇതുവരെ ഒരു ഇന്നിങ്സിലും സാധിച്ചില്ലേ. ഈവൻ 20 താഴെയൊക്കെ കൂടുതലും 10, 12, 3, 2 എന്നൊക്കെയാണ് പുള്ളിയുടെ സ്കോർ കാർഡുകൾ കാണുന്നത്. എന്തിനെങ്ങനെ വീണ്ടും കളിപ്പിക്കണമെന്നറിയില്ല. എടുത്ത് പുറത്തിട്ടോടെ ഒന്നാമത് പേര് പറയാൻ തന്നെ ബുദ്ധിമുട്ട്. അപ്പോൾ കളിപ്പിക്കാണ്ടിരുന്ന അത്രയും നന്നായി. അങ്ങനെ നിക്കോളാസ് പൂരനും ഇന്നലെ വളരെ ഒരു ലോവസ്റ്റ് ഇന്നിങ്സ് 13 റൺസ് മാത്രം ഇന്നലെ 15 ബോൾ 13, അതായത് ബോളും കുറച്ച് പാഴാക്കിയിട്ടാണ് ഇന്നലെ നിക്കോളാസ് പൂരൻ ആളുടെ ഇന്നിങ്സ് അവസാനിപ്പിച്ചത്. എന്നാൽ ഇമ്പാക്റ്റ് പ്ലെയറായി വന്ന ആയുഷ് ബദോനിയുടെ ഒരു ഇന്നിങ്സ് ലക്നൗ സൂപ്പർ ജയൻസിന് ഒരു നെടുംതൂണാവുകയെന്ന് വേണമെങ്കിൽ പറയാം. 34 പന്തിൽ 7 ഫോറും 2 സിക്സും ഉൾപ്പെടെ നടത്തിയ ഒരു 54 റൺസ് ലക്നൗവിനെ വിജയത്തിലെത്തിക്കുന്നതിൽ ആദ്യ ചുവട് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പിന്നീട് 15ാം ഓവറിൽ ആയുഷ് ബദോനിയെ KKR ബോളർ അനുകുൽ റോയി പുറത്താക്കി പന്ത് വീണ്ടും KKRന്റെ കോർട്ടിലായെങ്കിലും 5ാമതായി വന്ന മുകുൽ ചൗധരി ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ രക്ഷകനായി മാറുമെന്നാണ്. ഇതിൻ്റെ ഇടയിൽ മുഹമ്മദ് ഷമി ഇറങ്ങിയ ഒരു 8 ബോളൊക്കെ കളിച്ച് 3 റൺസ് എടുത്ത് പോയി. എന്നാലും 8ാം വിക്കറ്റിൽ മുകുൽ ചൗധരിയും ആവേശ് ഖാനും കൂടി ചേർന്ന് ലക്നൗ സൂപ്പർ ജയൻസിനെ വിജയത്തിലെത്തിക്കുകയായിരുന്നു. ആവേശ് ഖാൻ ജസ്റ്റ് ഒരു സപ്പോർട്ടിംഗ് റോൾ മാത്രമേ ഉണ്ടായുള്ളൂ. അതായത് 54 റൺസിൽ 52 റൺസും എടുത്തത് നമ്മുടെ അതായത് മുകുൽ ചൗധരി. അങ്ങനെ അവസാനം ഓടി ജയിക്കാൻ 14 റൺസ്. അതായത് കഴിഞ്ഞ GT മത്സരത്തിൻ്റെ സമാനമായ സാഹചര്യം തന്നെയായിരുന്നു ഇന്നത്തെ ആ ഒരു അവസാനത്തെ
ഓവർ. വൈബ് അറോള പറഞ്ഞ ആ ഓവറിലെ ആദ്യ പന്ത് ആവേശ് സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് മുകുൽ ചൗധരിക്ക് കൈമാറുന്നു. 2ാം ബോൾ 6. എന്നാൽ 3ാം ബോളും 4ാം ബോളും പാഴാക്കി വീണ്ടും ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യുന്നു. 5ാം ബോളിൽ വീണ്ടും ഒരു കിഡിലൻ 6 കൂടി ലക്നൗ സൂപ്പർ ജയൻസിനെ ആവേശത്തിലാക്കുന്നു. 6ാം ബോൾ, അതായത് കഴിഞ്ഞ മത്സരത്തിൽ മില്ലർ പാഴാക്കിയ പോലെ തന്നെ ഒരു ബൗൺസർ ഇവിടെ മുകുൽ ചൗധരിയും പാഴാക്കുന്നു. എന്നാൽ റണ്ണിനായി ഓടി, ബട്ട് റണ്ണൗട്ടായില്ല. കീപ്പർ സായ് സുദർശൻ എറിഞ്ഞ പന്ത് കീപ്പർ ആംഗ്ലിഷ് ടെക്നോളജി എറിഞ്ഞ പന്ത് സ്റ്റമ്പിൽ കൊണ്ടില്ല. റണ്ണെടുത്ത് ലക്നൗ സൂപ്പർ ജയൻസിന് വിജയം സമ്മാനിക്കാനുണ്ട്. ഇപ്രാവശ്യം ജയിച്ചപ്പോൾ ഹെൽമെറ്റൊന്നും കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ ആവശ്യം നിന്നില്ല. കാരണം ഓൾറെഡി ഹെൽമെറ്റ് ഊരി വെച്ചിട്ടാണെന്നുള്ള ആവശ്യം ലാസ്റ്റ് ഓവർ കളിച്ചത്. നേരെ ഓടി പുള്ളി കയറിപ്പോയി ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ റെക്കോർഡിലേക്ക് കയറിപ്പോയായിരുന്നു. അങ്ങനെ ഒരു ആവേശകരമായ ജയമാണ് ഇന്നലെ ലക്നൗ സൂപ്പർ ജയൻസിന് ഇന്നലെ മുകുൽ ചൗധരി കൂടി സമ്മാനിച്ചത്. അപ്പോൾ ലക്നൗ സൂപ്പർ ജയൻസിന് ഇത് 2ാം ജയമാണ് സീസണിലെ. പിന്നെ കൊൽക്കത്തയുടെ കാര്യം പറയാൻ വെച്ചാൽ ഒരു ജയത്തിനായി ഇനിയും കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ KKRൻ്റെ അടുത്ത മത്സരം ഇനി വരുന്നത് CSK ആയിട്ടാണ് ഏപ്രിൽ 14-ന്. അപ്പോൾ കുഴപ്പമില്ല, CSKയും KKR ഏകദേശം ഒരേ വേവ് ലെങ്താണ്. അപ്പോൾ രണ്ടുപേരും കൂടി ആര് ജയിക്കുമെന്ന് നോക്കാം. ഏറ്റവും മോശം ടീം ഏതാണെന്നും നമുക്ക് അന്ന് കാണാം. അതുപോലെ തന്നെ ലക്നൗവിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഗുജറാത്ത് ടൈറ്റൻസ്. രണ്ടുപേരും ഏകദേശം സെയിം. അതായത് ഗുജറാത്ത് ടൈറ്റൻസ് ആകെ ഒരു മത്സരം മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ലക്നൗ ഇപ്പോൾ ഒരു മത്സരം കൂടി ജയിച്ച് 2 മത്സരം ജയിച്ച് ഏകദേശം ഒരേ ലെവലിൽ നിൽക്കുന്ന ടീമാണ്. അപ്പോൾ അടുത്തൊരു മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.